നമസ്കാരം. തെന്നിന്ത്യൻ സൂപ്പർ താരത്തെ നിർണായക നീക്കത്തിലൂടെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പുഷ്പ 2 എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ റിലീസ് ദിനത്തിലെ ആരാധികയുടെ മരണമാണ് അറസ്റ്റിന് കാരണമായ കേസിലെ ആധാരം. വീട്ടിലെത്തി നാടകീയമായാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത്. ജൂബിലി ഹിൽസിലെ വസതിയിൽ വെച്ചാണ് ശതകോടികൾ പ്രതിഫലം വാങ്ങുന്ന വൻ ആരാധക വൃന്ദമുള്ള അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് സംഘമാണ് താരത്തെ അറസ്റ്റ് ചെയ്തത്. ഇന്നലെ തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അല്ലു അർജുൻ തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ തിയേറ്റർ ഉടമയടക്കം 3 പേരെ മുമ്പ് അറസ്റ്റ് ചെയ്തിരുന്നു. അപകടം നടന്ന സന്ധ്യ തിയേറ്റർ ഉടമ സന്ദീപ്, സീനിയർ മാനേജർ നാഗരാജു, മാനേജർ വിജയ് ചന്ദ്ര എന്നിവരെയാണ് ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പുഷ്പ 2 സിനിമയുടെ പ്രദർശനത്തിനിടെ തിരക്കിൽപ്പെട്ട് സ്ത്രീ മരിച്ച സംഭവത്തിൽ തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നടൻ അല്ലു അർജുൻ തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തിയേറ്ററിൽ അല്ലു അർജുൻ അപ്രതീക്ഷിതമായി എത്തിയതോടെ വൻ തിരക്കുണ്ടാകുകയായിരുന്നു. എത്തുന്ന വിവരം തിയേറ്റർ ഉടമസ്ഥരെയും പോലീസിനെയും അറിയിച്ചിരുന്നതായും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ചിരുന്നതായും അല്ലു പറഞ്ഞിരുന്നു. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്, വസ്തുതകളോ സാഹചര്യങ്ങളോ പരിഗണിക്കാതെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്നും ആരോപിച്ചു. ക്രമസമാധാന പരിപാലനത്തിനായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നതായും ഹർജിയിൽ വ്യക്തമാക്കി. ഈ ഹർജിയിൽ തീരുമാനം വരും മുമ്പേ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുകയാണ് ഹൈദരാബാദ് പോലീസ്. ചോദ്യം ചെയ്ത ശേഷം ജാമ്യത്തിൽ വിടുമോ എന്നതാണ് ഉയർന്ന ചോദ്യം. ചിക്കടപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്കാണ് അറസ്റ്റ് ചെയ്ത് നടനെ കൊണ്ടുവന്നത്. ഒരു സൂചനയും നൽകാതെ വീട്ടിലെത്തിയായിരുന്നു അറസ്റ്റ്. ഡിസംബർ 4 ബുധനാഴ്ച രാത്രി ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലാണ് സംഭവം നടന്നത്. ഹൈദരാബാദ് ദിൽഷുഖ് നഗർ സ്വദേശി രേവതിയാണ് മരിച്ചത്. ഭർത്താവ് ഭാസ്കറിനും മക്കളായ തേജിനും സാൻവിക്കുമൊപ്പം പ്രീമിയർ ഷോ കാണാനെത്തിയ രേവതി തിക്കിലും തിരക്കിൽപ്പെട്ട് ബോധരഹിതയായി നിലത്ത് വീഴുകയായിരുന്നു. ആളുകൾ രേവതിയുടെ പുറത്തേക്ക് വീണതോടെ നില ഗുരുതരമായി. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രേവതിയുടെ ഭർത്താവും മക്കളും അപകടത്തിൽപ്പെട്ടു. ഇവരും ചികിത്സ തേടി. രാത്രി 11-ന് സിനിമയുടെ റിലീസിന്റെ ഭാഗമായി ആരാധകരുടെ വലിയ കൂട്ടം തിയേറ്ററിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു. ഇതിനിടെ അപ്രതീക്ഷിതമായി സിനിമയിലെ നായകനായ അല്ലു അർജുനും കുടുംബവും സംവിധായകൻ സുകുമാറും തിയേറ്ററിലെത്തിയതോടെ ആരാധകരുടെ ആവേശം അതിരുകടന്നു. ആളുകൾ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിച്ചത് പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നു. ഇതോടെ പോലീസ് ലാത്തി വീശി. തുടർന്ന് പോലീസും ജനങ്ങളും തമ്മിലുണ്ടായ സംഘർഷമാണ് അപകടത്തിൽ കലാശിച്ചത്. ക്രമസമാധാന പരിപാലനത്തിനായി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നതായും ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു. മരിച്ച സ്ത്രീയുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപ അല്ലു അർജുൻ നേരത്തെ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. യുവതിയുടെ വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഡിസംബർ 5-ന് അല്ലു അർജുനും സുരക്ഷാ സംഘത്തിനും തിയേറ്റർ മാനേജ്മെന്റിനെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു. അല്ലു അർജുന്റെ സെക്യൂരിറ്റി ടീം വരുത്തിയ വീഴ്ചയാണ് ഇത്രയും വലിയ ദുരന്തത്തിന് വഴിവെച്ചത് എന്നാണ് ഹൈദരാബാദ് സെൻട്രൽ സോൺ DCP അന്ന് വ്യക്തമാക്കിയത്. അല്ലു അർജുൻ സിനിമയുടെ പ്രീമിയറിന് എത്തുമെന്ന് തിയേറ്റർ മാനേജ്മെന്റിന് അറിയാമായിരുന്നുവെങ്കിലും ഈ വിവരം പോലീസിനെ അറിയിച്ചത് അവസാന നിമിഷം മാത്രമാണെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം പുഷ്പ 2 റെക്കോർഡുകൾ ഭേദിച്ചിരിക്കുകയാണ്. തെലുങ്ക് സിനിമയിലെ വലിയ പണംവാരി പടമായി ചിത്രം മാറിയിട്ടുണ്ട്. ചിത്രത്തിൽ ഭൻവർ സിംഗ് ഷെഖാവത്ത് എന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് ഫഹദ് എത്തിയത്. പുഷ്പരാജ് എന്നാണ് അല്ലു അർജുന്റെ കഥാപാത്രത്തിന്റെ പേര്. ഇന്ത്യൻ സിനിമയിലെ സമീപകാല കളക്ഷൻ റെക്കോർഡുകളെല്ലാം പഴങ്കഥയാക്കി മുന്നേറുകയാണ് അല്ലു അർജുൻ നായകനായ പുഷ്പ 2. 7 ദിവസം കൊണ്ട് 1000 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ചിത്രം. 1000 കോടി എന്നത് താൽക്കാലികമാണെന്നും ഈ സംഖ്യ ഉറപ്പായും മറികടക്കുമെന്നും അതാണ് തന്റെ ആഗ്രഹമെന്നും നേരത്തെ അല്ലു അർജുൻ പറഞ്ഞിരുന്നു.